പൊതു അവധി ദിവസമായ ഞായറാഴ്ച വിവിധ സർക്കാർ വകുപ്പുകൾ പ്രവൃത്തി ദിനങ്ങളാക്കി മാറ്റുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും ഇത്തരം നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും KCBC വിദ്യാഭ്യാസ കമ്മീഷനും ജാഗ്രതാ കമ്മീഷനും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്യാമ്പുകൾ, കലോത്സവങ്ങൾ, മേളകൾ, വിവിധ ദിനാചരണങ്ങൾ തുടങ്ങിയവ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള പൊതു അവധി ദിനങ്ങളിലേക്ക് നിശ്ചയിക്കുന്ന രീതി സമീപകാലത്ത് വർദ്ധിച്ചു വരികയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായ ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ ക്യാമ്പുകൾ ഡിസംബർ മാസത്തിലെ ശനി ഞായർ ദിവസങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 16,000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന 260 ക്യാമ്പുകളാണ് കേരളത്തിൽ ഉടനീളം സംഘടിപ്പിക്കുന്നത്. ലിറ്റിൽ കൈറ്റ്സ് പദ്ധതി പ്രശംസാർഹമാണെങ്കിലും ഞായറാഴ്ച ദിവസം ഇത്തരം പരിപാടികൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് KCBC പറഞ്ഞു. ഇക്കഴിഞ്ഞ നവംബർ 17 ഞായറാഴ്ചയാണ് സ്കൂൾ ശാസ്ത്രമേള നടത്തിയത്. 2022 ഒക്ടോബർ 2 ഞായറാഴ്ച അപ്രതീക്ഷിതമായി സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായി പ്രഖ്യാപിച്ച സർക്കാർ നടപടി ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. NCC, NSS ക്യാമ്പുകളും ഇത്തരത്തിൽ ഞായറാഴ്ചകളിൽ നടന്നു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ മേളകൾക്കും കലോത്സവങ്ങൾക്കും ഇടയിൽ വരുന്ന ഞായറാഴ്ചകളിൽ അവധി നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ആ രീതി പൂർണ്ണമായി മാറ്റിയിരിക്കുകയാണ്. അവധി ദിനങ്ങൾ നിർബന്ധിത പ്രവൃത്തി ദിനങ്ങളാക്കിക്കൊണ്ട് മനുഷ്യാവകാശങ്ങളിൽ മേലുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. പഠനത്തിൻ്റെ ഭാഗം തന്നെയായ പാഠ്യേതര പരിപാടികളും ക്യാമ്പുകളും പരിശീലന പരിപാടികളും അധ്യയന ദിവസങ്ങളിൽ തന്നെ ക്രമീകരിക്കുന്ന നയം സർക്കാർ സ്വീകരിക്കണമെന്ന് ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ, വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ എന്നിവർ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു.